ഈ വീട് മുഴുവനായിട്ട് തന്നെ ഏകദേശം മൂടിപ്പോയി. പക്ഷേ അന്ന് നമ്മൾ കാണിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റിയിരുന്നില്ല. ഞാൻ ഇതിലേ നടന്ന് വന്നിട്ട് ആ വീടിൻ്റെ മുകളിലേക്ക് നടന്ന് കയറി. ഹായ്, നമസ്കാരം. ബ്ലോഗേട്ടനാണ്. ഞാനിപ്പോൾ നിൽക്കണതേ പൊക്കാഞ്ചേരി ബീച്ചിലാണ്. വാടാനപ്പള്ളി പഞ്ചായത്തിൻ്റെ ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിൻ്റെയും ഒരു ബോർഡർ ഏരിയ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വന്ന് കണ്ട കാഴ്ചകളും ഇപ്പോഴത്തെ കാഴ്ചകളും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. കടൽ നല്ലതുപോലെ വീണ്ടും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കടൽ കുറഞ്ഞു വരുന്നുണ്ട്, കടലിൻ്റെ നിറമെല്ലാം നോർമലായി വരുന്നുണ്ട് എന്നൊക്കെ. പക്ഷേ ഇന്നിതാ വീണ്ടും കടൽ ഭയങ്കരമായിട്ട് പതഞ്ഞ് വരികയാണ്. നോക്കിയാൽ പതയൊക്കെ അടിഞ്ഞിട്ടുള്ളതാണ്ടോ, കണ്ടോ? നല്ല സർഫ് കലക്കിയ പോലെ, സോപ്പ് പൊടി കലക്കിയ പോലെ പത അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നിറച്ചും പതയാണ്, കണ്ടോ? നല്ല കട്ടി പതയാണ് വരുന്നത്. കയറി വരുന്നതാണോ കടല്? ആ ഓരോ കടൽ കയറി വരുമ്പോഴും പത കണ്ടോ? പത നല്ല കട്ടി 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 പതയാണ് കേട്ടോ, കണ്ടോ? ഇത് നമ്മുടെ ഈ പത കണ്ടിട്ട് പലരും എന്നെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, കടലിൽ നിറച്ച് പതയാണിത്, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. കാരണം എല്ലാവരും ഇപ്പോൾ സംശയിക്കുന്നത് മറ്റേ കപ്പൽ അപകടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ പത എന്നാണ് കുറേ പേരൊക്കെ സംശയിക്കുന്നുണ്ട്. പക്ഷേ ഇത് അതുമായിട്ട് യാതൊരു റിലേഷനും ഇല്ല. ഇതെല്ലാ വർഷവും ഉണ്ടാവാറുള്ളതാണ്. ഞാൻ എന്നെ വിളിച്ച് പറഞ്ഞ ഒരാളോടും പറഞ്ഞു, ഇതെല്ലാ വർഷവും ഉണ്ടാവാറുള്ളതാണ്. മഴക്കാലത്ത് സാധാരണ കാണുന്നതാണ്. കടൽ ഇളകി വരുമ്പോൾ ഇളകി മറിഞ്ഞു വരുമ്പോൾ കാണുന്നതാണ്. അല്ലാതെ ഇതും കപ്പലപകടവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. അതുപോലെ അന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഭാഗത്ത് കടൽ ഭിത്തി ഉള്ളതുകൊണ്ട് കാര്യമായിട്ട് കടൽ കയറുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ റിസോർട്ടിൻ്റെ അവിടെ, ഈ അഭിദീപ്സ് പാരഡൈസ് എന്ന് പറഞ്ഞാൽ ഈ റിസോർട്ടുണ്ട് പൊക്കാഞ്ചേരിയിൽ, അതിൻ്റെ അവിടെ കാര്യമായിട്ട് കയറുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുഴിച്ച് അവരുടെ വേലി വരെയും, കണ്ടോ? അവരുടെ റിസോർട്ടിൻ്റെ ആ വേലി വരെയും കുഴിച്ച് എത്തിയിട്ടുണ്ട് കടൽ. പക്ഷേ അങ്ങോട്ട് റിസോർട്ടിലേക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ നല്ല ഹൈറ്റ് ഉണ്ട്, ഹൈറ്റിൽ മണ്ണ് കയറി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടം വരെ കുഴിച്ചെത്തിയിട്ടുണ്ട്, കണ്ടോ? ഇവിടെ ബീച്ചിൽ തന്നെ ഒരു റിസോർട്ടൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. അപ്പോൾ അതിൻ്റെ അടുത്താണ് കേട്ടോ. ഇവിടെ നേരത്തെ കൊണ്ട് കൂട്ടിയിരുന്ന മണലെല്ലാം നല്ലതുപോലെ കുഴിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടിച്ചിടിച്ച് ഇവിടം വരെ എത്തി. ഇവിടത്തെ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കൂല കേട്ടോ. അത്രയും ഇതിലാണ് ഇവിടെ അതിഭയങ്കരമായിട്ട്. ഇപ്പം തന്നെ മറിഞ്ഞു വീണാനെ. ഇവിടെയൊക്കെ നോക്കിയാൽ ഇവിടെയൊക്കെ കല്ലുണ്ടായിരുന്നതാണ്, കടൽ ഭിത്തി ഉണ്ടായിരുന്നതാണ്. അതിൻ്റെ അടയാളങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്, കണ്ട? കല്ല്. ഈ കല്ലൊന്നും എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. കല്ലൊക്കെ ചെറുതായി പോയി, കടൽ ഭിത്തിയുടെ കല്ലൊക്കെ. പക്ഷേ അത് എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഇവിടെ മണ്ണിൻ്റെ അടിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതാണ് ഈ മണ്ണെടുത്ത് പോയപ്പോൾ കല്ലവിടെ അവശേഷിക്കുന്നത്, കണ്ട? എന്തോരം കല്ലൊക്കെ എടുക്കണമെന്ന് നോക്കിയേ, കണ്ടില്ലേ? ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന കടൽ ഭിത്തിയുടെ കല്ലാണ്. ഇതെവിടെ പോയി എന്ന് പലരും സംശയിച്ചിരുന്നു. കാരണം ഇത്രയും കല്ലുണ്ടായിരുന്നൊക്കെ കടൽ എടുത്തുകൊണ്ട് പോയോന്ന്. പക്ഷേ മുഴുവനായിട്ട് എടുത്തുകൊണ്ട് പോയിട്ടൊന്നുമില്ല. കുറേ മണ്ണിൻ്റെ അടിയിൽ മൂടിയിട്ടിരിക്കുകയായിരുന്നു. ഇപ്പം മണ്ണൊക്കെ എടുത്തുകൊണ്ട് പോയതാ. മണ്ണൊക്കെ എടുത്തുകൊണ്ട് പോയപ്പോൾ കല്ല് തെളിഞ്ഞു. ഈ ഒരു വീട് നമ്മൾ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ വീടൊക്കെ മൂടിപ്പോയിരിക്കുന്ന വീടാണ്. ഓൾമോസ്റ്റ് ആ വീടിൻ്റെ മുകൾ ഭാഗം വരെയും, അതായത് വീടിൻ്റെ ടോപ്പ് ടെറസ് വരെയും ഏകദേശം മൂടിപ്പോയിട്ടുള്ള വീടാണ് കേട്ടോ അതൊക്കെ. അതായത് അത്രയും ഹൈറ്റിൽ ഇവിടെ മണ്ണ് കയറിയിട്ടുണ്ട്. അന്ന് നല്ല ദൂരം ഉണ്ടായിരുന്നു. ഞാൻ അതിലാണ് അന്ന് നടന്നത്. ആ തെങ്ങിൻ്റെ അതിലാണ് നടന്നിട്ട് ഈ വീടൊക്കെ കാണിച്ചത്, മൂടിപ്പോയ വീട് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ അവിടെ ഒരു വീട്, മൂടിപ്പോയ വീട് തിരിച്ചു വന്നത് വീണ്ടും മൂടിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. ഞാൻ ജസ്റ്റ് ഒന്നത് ഇവിടെ കാണിക്കാം, അന്ന് കാണിച്ച വീഡിയോ. അന്നെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരാഴ്ച മുന്നേ കാണിച്ചിരുന്ന വീഡിയോ ആണ്. അപ്പോൾ ആ വീട് പിന്നെയും കുഴിച്ച് പുറത്ത് വന്നു, മുഴുവനായിട്ട് തന്നെ പുറത്ത് വന്നു. ഇത് കടൽ കൊണ്ടിടുന്ന മണ്ണാണ് കുഴിച്ചു കൊണ്ടുപോകുന്നത്. പക്ഷേ കടൽ ആദ്യം മണ്ണ് കൊണ്ട് കയറ്റും, അതിനുശേഷം അത് കുഴിച്ചെടുക്കും. അത് കുഴിച്ചെടുക്കുമ്പോൾ ആ കൊണ്ടിട്ട മണ്ണ് മാത്രമല്ല, അതിൻ്റെ കൂടെ നിലവിൽ നമ്മുടെ ഭൂമിയിലുള്ള അടിമണ്ണും കൂടെ കുഴിച്ചുകൊണ്ട് പോകും. അങ്ങനെയാണ് കടൽ വലുതായി വരുന്നത്. അല്ലാണ്ട് ഫസ്റ്റ് തന്നെ വന്നിട്ട് നമ്മുടെ മണ്ണ് കുഴിക്കുകയല്ല ചെയ്യുന്നത്. ആദ്യം മണ്ണിട്ട് മൂടിയിട്ട് പിന്നെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അതും അതിൻ്റെ പലിശയും എടുക്കുന്ന പോലെ നമ്മുടെ ഭൂമിയും കൂടെ അങ്ങ് എടുത്തുകൊണ്ട് പോകും. അങ്ങനെയാണ് ഇവിടെയൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ആ വീട് കണ്ടോ? ആ വീട് ഇപ്പോൾ പൂർണ്ണമായിട്ടും പുറത്ത് വന്നു കേട്ടോ. കണ്ടില്ലേ? അന്ന് നമ്മൾ കാണിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റിയിരുന്നില്ല. ഞാൻ ഇതിലേ നടന്ന് വന്നിട്ട് ആ വീടിൻ്റെ മുകളിലേക്ക് നടന്ന് കയറി. എന്നിട്ട് ഞാനന്ന് പറഞ്ഞിരുന്നു വീടിൻ്റെ മുകളിൽ നടന്ന് കയറാൻ പറ്റും, അത്ര ഹൈറ്റ് ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ നടന്ന് കയറി പോകാനുണ്ടായത്. പക്ഷേ ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ കണ്ടോ? അതൊക്കെ പുറത്ത് വന്നു. ഇവിടെ ഇപ്പോൾ ഈ വീട് വീണ്ടും മൂടിപ്പോയത് കണ്ടോ? ഈ വീട് മുഴുവനായിട്ട് തന്നെ ഏകദേശം മൂടിപ്പോയി. പക്ഷേ മുമ്പ് ഇത്ര ആയിരുന്നില്ല. ഈ മേൽക്കൂര മാത്രം പുറത്ത് വരുന്ന രീതിയിൽ അത്രയും മൂടി നിൽക്കുമായിരുന്നു. ഇപ്പോൾ അത്രയ്ക്ക് മൂടിയിട്ടില്ല, എന്നാലും ഒരുവിധം ഈ വീട് മൂടിപ്പോയി. ആ വീടിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇങ്ങനെ നടന്ന് കയറാം. ഒരു വീടിൻ്റെ മുകൾ ഭാഗമാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. അതായത് വീടിൻ്റെ ടെറസിലേക്ക് നമുക്ക് വെറുതെ
നിലത്തുനിന്ന് ഇങ്ങനെ നടന്ന് വന്ന് കയറാം. അപ്പോൾ ആ ഒരു ലെവലിലാണ് ഇപ്പോൾ ഈ വീട് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനിങ്ങനെ തകർന്ന് വീണതും തകർന്ന് വീഴാറായതുമായിട്ടുള്ള വീടുകളൊക്കെ കാണിക്കുമ്പോൾ ചിലരൊക്കെ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതായത് 2 വർഷമായിട്ട് ഈ വീട്ടിൽ ആൾ താമസമില്ല, 2 വർഷമായിട്ട് അല്ലെങ്കിൽ 1 വർഷമായിട്ട് 3 വർഷമായിട്ട് ഈ വീട്ടിങ്ങനെ കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ തകർന്ന വീടുകളെ കാണിച്ച് ഞാൻ പറയുന്നത് ആ വീടിൻ്റെ കാര്യം മാത്രമല്ല. ആ വീടുകൾ പലതും ഒഴിഞ്ഞു, ആളുകൾ പലതും ഒഴിഞ്ഞു പോയി. ചിലർ സർക്കാരിൻ്റെ പുനർഗേഹം പദ്ധതിയിൽ 10 ലക്ഷം വാങ്ങിച്ചൊഴിഞ്ഞു പോയവരുണ്ട്. അതല്ലാതെ സ്വന്തം നിലയിൽ വാടക വീടെടുത്തും അല്ലെങ്കിൽ വീട് സ്വന്തമായിട്ട് പണിതും അല്ലെങ്കിൽ മക്കളുടെ വീട്ടിലേക്കോ അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ മാറിപ്പോയവരൊക്കെ ഉണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വീടുകളുടെ കാര്യം മാത്രമല്ല. ഈ വീടുകളോ നഷ്ടപ്പെട്ടു പോയി, അതിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ വീടുകളുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് തക്കതായ നഷ്ടപരിഹാരമോ കാര്യങ്ങളൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. ഇനിയും വീടുകളുണ്ട്, എൻ്റെ വീടടക്കം. ഒരാൾക്ക് ഏതൊരാളും ആയിക്കോട്ടെ, അത് എത്ര നല്ലവനോ ചീത്ത ആളോ എന്തോ ആയിക്കോട്ടെ, സ്വന്തം വീട് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഇതുണ്ടാവും അല്ലേ. ഈ വീടുകൾ പോയതിനേക്കാളും വിഷമം എനിക്ക് എൻ്റെ വീട് പോകുമ്പോൾ ഉണ്ടാവും. അത് എത്രയൊക്കെ പറഞ്ഞാലും, ഞാൻ എത്ര നാടിനെ സ്നേഹിക്കുന്ന ആളായാലും മറ്റു വീടുകൾ പോകുന്നതിനേക്കാൾ എനിക്ക് വിഷമം എൻ്റെ വീട് പോകുമ്പോൾ തന്നെയായിരിക്കും. അത് ഞാൻ ഇല്ല എന്ന് പറയണമെന്നില്ല. അടുത്ത ഘട്ടം വരുന്നത് എൻ്റെ വീടടക്കം ആ നിരയിലും ഒക്കെ ഉള്ള ഒരുപാട് വീടുകളുണ്ട്. ആ വീടുകൾ പോകുമ്പോൾ അതിൽ എൻ്റെ വീടും കൂടെ പെടും. അപ്പോൾ ഇതിനെയോ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇനിയെങ്കിലും ഒന്ന് പഠിച്ച് എന്തെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെ ഇനിയും പോകാനുള്ള വീടുകളെങ്കിലും സംരക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതിനെങ്കിലും സംരക്ഷിക്കാൻ നോക്കിക്കൂടെ? ഇപ്പം എൻ്റെ വീട്ടിലേക്ക് 200 മീറ്ററിലധികം ദൂരമുണ്ട് കടലിൽ നിന്ന്. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ആ വീടുകളൊക്കെ രക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഈ നഷ്ടപ്പെട്ട വീടുകളെ കാണിച്ചിട്ട് അതിൻ്റെ സഹതാപവും കാര്യങ്ങളും അല്ല ഞാൻ പറയുന്നത്. ആ വീടുകളിലൊന്നും ആൾതാമസം ഇല്ല എന്ന് എനിക്കറിയാം. ആൾതാമസം ഉള്ള വീടുകളുണ്ട്, അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാറുണ്ട്. ഈ വീട്ടിൽ ആൾതാമസം ഉണ്ട്, ഇപ്പോഴും ആൾ താമസിക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. പക്ഷെ ഞാൻ കാണിക്കുന്ന മിക്കവാറും വീടുകളും ഒഴിഞ്ഞു പോയ വീടുകൾ തന്നെയാണ്. പക്ഷേ ആൾതാമസം ഉണ്ടായിരുന്ന വീടുകളാണ്. അത് അവർക്ക് ഒഴിഞ്ഞു പോകേണ്ടി വന്നതാണ്. അവർ ചോര നീരാക്കി പണിത വീടുകൾ തന്നെയാണ് എല്ലാം. അപ്പോൾ അങ്ങനെയുള്ള വീടുകളാണ് ഇപ്പോൾ ഈ മേഖലയിൽ കൂടുതലായിട്ടും ഉള്ളത്. ഇവിടെയൊക്കെ കടൽ ഭിത്തി, അവിടെയൊക്കെ വലിയ കല്ലുകളും കാണാം. ഈ ചെറിയ കല്ലുകൾ പെബിൾസ് പോലെ വലിപ്പത്തിൽ നല്ല ഉരുണ്ട കല്ലുകൾ, നല്ല ഭംഗിയിലൊക്കെ നമ്മൾ അക്വേറിയത്തിനോ അല്ലെങ്കിൽ അലങ്കാരത്തിനൊക്കെ ഉപയോഗിക്കുന്ന പെബിൾസ് ഒക്കെ ഇല്ല, അതുപോലെ ഉരുണ്ട കല്ലുകളായിട്ട് കിടക്കുന്ന കാണാം. ഇതുപോലത്തെ കല്ലുകളൊന്നും ഇവിടെ കൊണ്ടിട്ടതല്ല, വലിയ കല്ലുകൾ. സീ വോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, സീ വോളിന് ഉപയോഗിക്കുന്ന കല്ലുകൾ എങ്ങനത്തെ കല്ലുകളാണെന്ന് നമുക്കറിയാം. അത്രയും വലിയ കല്ലുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതൊക്കെ ചെറുതായി പോയതാ. ആ ഒരു പുലിമുട്ടുകൾ, ആ ചേറ്റുവ അഴിമുഖവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന പുലിമുട്ടുകൾ വന്നതിന് ശേഷമാണ് ഈ ഒരു മേഖല ഇത്രയും കടലെടുത്ത് തുടങ്ങിയത്. ഇവിടെ നിന്ന് കുറച്ച് തെക്കോട്ട് പോയി കഴിഞ്ഞാൽ വാടാനപ്പള്ളി തളിക്കുളം മേഖലയിലൊന്നും ഇത്ര കണ്ട് കടലേറ്റം ഇല്ല. മഴക്കാലത്ത് വെള്ളം കയറും, അത് സ്വാഭാവികമാണ്. ഞാൻ പറയുന്നു, മഴക്കാലത്ത് വെള്ളം കയറും എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അത് ഞങ്ങൾ സഹിക്കാനും അത് ഉൾക്കൊള്ളാനൊക്കെ ഞങ്ങൾ തയ്യാറാണ്. വെള്ളം കയറലല്ല ഇവിടെ പ്രശ്നം. കടൽ കയറി വന്ന് കര ഇല്ലാതാവുന്നതാണ് ഇവിടെ പ്രശ്നം. അല്ലാതെ കുറച്ച് വെള്ളം ഞങ്ങളുടെ പറമ്പിലേക്കോ മുറ്റത്തേക്കോ ഒഴുകി വരുന്നതല്ല ഇവിടെ പ്രശ്നം. അത് ഞങ്ങൾക്ക് വിഷയമല്ല. അത് ഉടനെ വറ്റിപ്പോവും. കാരണം വേലിയേറ്റത്തിന് വെള്ളം കയറി വന്നാൽ ഇറക്കമാവുമ്പോൾ അത് വറ്റിപ്പോവും. അത് സർവ്വസാധാരണമാണ്. പക്ഷെ അതല്ല ഇവിടെ വിഷയം. ഇവിടെ ഇതുപോലെ കടലെടുത്തെടുത്ത് കയറി വന്ന് ഇവിടെ 200-300 മീറ്ററിലധികം കടൽ കയറി വന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. അപ്പോൾ അതാണ് ഞാൻ പറയുന്ന വിഷയം. അത് നിങ്ങൾ മനസ്സിലാക്കൂ. കാരണം യൂട്യൂബിലധികം പേര് പ്രശ്നമില്ല, പക്ഷേ ഫേസ്ബുക്കിൽ ഞാൻ വീഡിയോ ഇടുമ്പോഴാണ് ഏറ്റവും അധികം നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നത്. അതായത് പറഞ്ഞിട്ട് കാര്യമില്ല, കടൽ പോലും കാണാത്തവരാണ് കമൻറ്റ് ചെയ്യുന്നത്. കടലിൽ വീട് വയ്ക്കുന്നതിനെക്കുറിച്ചും കടലിൽ വീട് വെച്ച് ഞങ്ങളുടെ മണ്ടത്തരത്തിനെക്കുറിച്ചും ഒക്കെ. അപ്പോൾ കുറേയൊക്കെ വളരെ മാന്യമായ രീതിയിൽ ഞാൻ പ്രതികരിച്ചു, മാന്യമായിട്ട് കമൻറ്റ് ചെയ്തു. അവസാനം സഹി കെടുമ്പോൾ നമ്മളും അവരുടെ ഭാഷയിൽ തന്നെ പ്രതികരിച്ച് തുടങ്ങും. അതിൽ വേറെ ഒന്നും വിചാരിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അവർ പറയുന്ന അതേ ഭാഷയിലോ അതിനേക്കാളും മോശമായ ഭാഷയിലോ ഒക്കെ ചിലപ്പോൾ എനിക്ക് റിപ്ലൈ ചെയ്യേണ്ടി വരും. അതിൽ വേറെ ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ അവസ്ഥ കൊണ്ടാണ്. അപ്പോൾ ദാ ഇവിടെയൊക്കെ നല്ലതുപോലെ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഭയങ്കരമായിട്ട്, അതിഭയങ്കരമായിട്ട് കയറിക്കൊണ്ടിരിക്കുക കടൽ. കണ്ടോ? ഇതൊക്കെ ഞാൻ കാണിക്കുമ്പോൾ ആളില്ലാത്തൊരു മേഖലയിൽ വന്നിട്ട് കടലിൻ്റെ ഇത് കാണിക്കാമെന്ന് പറയരുത്. കാരണം ഇവിടെ ഒന്നും ആൾതാമസമില്ല, സത്യമാണ്. പക്ഷേ ഈ ഒരു മേഖലയെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ ഉണ്ടായിരുന്ന വീടുകളെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. അത് വലിയൊരു പരാജയം തന്നെയാണ്. ആ പരാജയം മറച്ചു വെച്ചുകൊണ്ട് ഇനി വരുന്ന വീടുകളെയും കൂടി സംരക്ഷിക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള വലിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് തീരദേശത്തിന് വേണ്ടി സർക്കാർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർക്കാർ
ഏറ്റവും വലുതായിട്ട് ഇപ്പോൾ ഉയർത്തി കാണിക്കുന്ന പത്രങ്ങളിലും PR പേജുകളിലും ഒക്കെ വരുന്ന ഏറ്റവും വലിയ സംഭവം എന്താണെന്നറിയോ? പുനർഗേഹം എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. ഈ പുനർഗേഹം എന്ന് പറയുന്ന പദ്ധതി തീരദേശത്തുള്ളവർക്ക് വലിയ അനുഗ്രഹമാണ് എന്നൊക്കെയാണ് സർക്കാർ പറയുന്നത്. പക്ഷേ ഈ പുനർഗേഹം പദ്ധതി എന്ന് പറയുന്നത് തീരദേശവാസികളോടുള്ള വലിയ ചതിയാണെന്ന് ഞാൻ പറയും. വൻ ചതിയാണ് ഈ പുനർഗേഹം പദ്ധതി എന്ന് പറയുന്നത്. സർക്കാരിനെ കുറ്റം പറയാനൊന്നും പറയരുത്. സർക്കാരിന് കുറ്റം പറയേണ്ട കാര്യങ്ങൾ കുറ്റം പറയും. കാരണം ഈ പുനർഗേഹം പദ്ധതിയിലൂടെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 10 ലക്ഷം രൂപയാണ് ഒരു കുടുംബത്തിന്, ഒരു വീടിന് കൊടുക്കുന്നത്. അതായത് അവർ ഒരു വീട് ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ, നമ്മുടെ തീരദേശത്തുള്ള വീട് ഒഴിഞ്ഞു പോയി അത് പൊളിച്ചു കളയണം. നമ്മുടെ ചിലവിൽ ആ വീട് പൊളിച്ചു കളയണം. കടൽ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ നമ്മുടെ ചിലവിൽ പൊളിച്ചു കളയണം. എന്നിട്ട് നമ്മൾ പോകണം വേറൊരു സ്ഥലത്ത് പോയിട്ട് ഭൂമി വാങ്ങിച്ച് വീട് വെക്കാൻ വേണ്ടി സർക്കാർ തരുന്നത് 10 ലക്ഷം രൂപയാണ്. ആ 10 ലക്ഷം കൊണ്ട് എന്തൊക്കെ നടക്കുമെന്നുള്ളത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു. അത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഇതിലത്തെ വേറൊരു പ്രധാന കാര്യം ഞാൻ പറയാം. ഇവിടെ ഒരു 100 വീടുണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ ഈ ഒരു ഗ്രാമത്തിൽ 100 വീടുണ്ടെങ്കിൽ 100 വീടുകളെ ഒഴിപ്പിച്ച് വിടാൻ സർക്കാരിന് ചിലവാകുന്നത് എത്രയാ? 100 × 10 ലക്ഷം എന്ന് പറയുമ്പോൾ വെറും എത്ര 10 കോടിയോ? 10 കോടിയല്ലേ വരുന്നത്? എനിക്ക് കണക്കൊന്നും അത്ര കിട്ടുന്നില്ല. ഏകദേശം 10 കോടിയായിരിക്കും. 10 കോടി രൂപയാണ് സർക്കാരിന് ചിലവ് വരുന്നത് ഒരു 100 വീടിനെ ഒഴിപ്പിച്ച് വിടാൻ, അല്ലേ? ഒരു 1000 വീടുണ്ടെങ്കിലോ ഒരു 100 കോടി രൂപ, അല്ലേ? അത്രയാണ് ചിലവ് വരുന്നത്. അപ്പോൾ ഒരു 100 വീട്ടുകാരെ ഒഴിപ്പിച്ച് വിടാൻ വെറും 10 കോടി രൂപ ചിലവ് വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു മേഖലയിൽ ടെട്രാപോഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ശക്തമായിട്ടുള്ളൊരു കടൽ ഭിത്തി കെട്ടുക, ഇതിനെക്കുറിച്ച് പഠിച്ച് തിരമാലകളുടെ ശക്തിയും അതുപോലെ കടലിൻ്റെ ഒഴുക്കും കാര്യങ്ങളൊക്കെ പഠിച്ച് പുലിമുട്ടാണോ കടൽ ഭിത്തിയാണോ എന്താണ് വേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ട് അതൊക്കെ ചെയ്യണമെങ്കിൽ എത്ര കോടി രൂപ ചിലവ് വരുന്നത്? അപ്പോൾ അത് ചെയ്യാൻ സർക്കാർ തയ്യാറല്ല. ഈ തുച്ഛമായ തുക കൊടുത്തിട്ട് ഇവരെ ഒഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ 10 കോടി എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? ഇപ്പോൾ 10 കോടി സർക്കാരിൻ്റെ മുന്നിൽ മുക്കിപ്പൊടി വാങ്ങിക്കുന്ന കാശെന്നൊക്കെ പറയില്ലേ, അത്രയേ ഉള്ളൂ. ആ 10 കോടിയുടെ നക്കാപ്പിച്ച കൊടുത്തു കഴിഞ്ഞാൽ ഈ 100 കുടുംബങ്ങളിൽ ഇവിടെ നിന്ന് ഒഴിച്ചു വിടാം. എന്നിട്ട് ഈ മേഖല അങ്ങ് വിജനമാക്കിയിടാം. പിന്നെ ഇവിടെ കടലെടുക്കുവോ പോവോ എന്തു വന്നാലെന്ത്? ഒരാളും കരയില്ല, ബഹളം വയ്ക്കില്ല, ഒന്നും പറയില്ല, ശബ്ദം ഉയർത്തില്ല, അല്ലേ? പിന്നെ PR പേജുകളിലൂടെ സർക്കാരിന് തള്ളി മറയ്ക്കാം. 100 തീരദേശ കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു, 100 കുടുംബങ്ങൾക്ക് വീട് കൊടുത്തു, ഫ്ലാറ്റ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് സർക്കാരിന് PR-ലൂടെ തള്ളി മറയ്ക്കാം, അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ പുനർഗേഹം എന്ന് പറയുന്നത് വലിയൊരു സംഭവം എന്നല്ല കേട്ടോ. ഈ പുനർഗേഹം എന്നൊക്കെ പറയുമ്പോൾ സർക്കാർ 10 ലക്ഷം കൊടുക്കുന്നു, സർക്കാർ ഫ്ലാറ്റ് കൊടുക്കുന്നു. ചിലരൊക്കെ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്, സർക്കാർ ഫ്ലാറ്റ് കൊടുക്കുന്നുണ്ട്, വീട് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണെന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും കേട്ടോ. ഈ 10 കോടി രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ 2 കിലോമീറ്റർ റോഡ് പണിയാൻ വേണ്ടി ഏകദേശം 1,30,00,000 രൂപയാണ് ഇപ്രാവശ്യം പാസ്സായിട്ടുള്ളത്, ഒരു റോഡ് പണിയാൻ വേണ്ടി. അപ്പോൾ ഒരു 10 റോഡ് പണിയുന്ന പൈസ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 5 റോഡ് പണിയുന്ന പൈസ ഉണ്ടെങ്കിൽ 100 കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കാം, അല്ലേ? അത് അത്രയൊക്കെ ഉള്ളൂ കാര്യം. ഈ പുനർഗേഹം എന്ന് പറയുന്നത് വലിയ തള്ളിമറക്കലുകളൊന്നും വേണ്ട, അത് അത്രയേ ഉള്ളൂ. എന്നിട്ട് പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലോ നമുക്ക് കാണുന്നവർക്ക് ഭയങ്കര സംഭവമാണ്. സർക്കാരിൻ്റെ വലിയ ഭരണ നേട്ടങ്ങളായിട്ടാണ് ഇതൊക്കെ കാണുക. പുനർഗേഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീരദേശത്തുള്ളവരെ സംരക്ഷിക്കാൻ കഴിയാണ്ട് അവരവിടെ നിന്ന് ഒഴിപ്പിച്ചു വിട്ടതാണ് ഈ പുനർഗേഹം. അല്ലാണ്ട് അവരെ സംരക്ഷിച്ചതല്ല. അവരുടെ തൊഴിലും അവർക്ക് ഉണ്ടായിരുന്ന വരുമാന മാർഗവും എല്ലാം ഇട്ടെറിഞ്ഞ് അവർ ഇവിടെ നിന്ന് പലായനം ചെയ്തതാണ് ഈ പുനർഗേഹം. മനസ്സിലായോ? അല്ലാതെ അവർക്ക് സംരക്ഷണം നൽകിയതല്ല പുനർഗേഹം. അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. കാരണം തീരദേശത്തുള്ള നമ്മുടെ ഇവിടെ അത്രയ്ക്കില്ല, മത്സ്യത്തൊഴിലാളികളുടെ എണ്ണം കുറവാണ്. പക്ഷേ പല മേഖലകളിലും ഈ തീരദേശത്ത് വസിക്കുന്നവരിൽ ഭൂരിപക്ഷവും മത്സ്യത്തൊഴിലാളികളാണ്. അവരുടെ മത്സ്യത്തൊഴിലും മത്സ്യ അനുബന്ധ തൊഴിലും എല്ലാം ഇട്ടെറിഞ്ഞിട്ട് വേറെ എവിടേക്കെങ്കിലും പലായനം ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ. അതാണ് ഈ പുനർഗേഹം. മനസ്സിലായോ? അതാ ഇവിടേക്കൊന്ന് കണ്ടോ, ഇതൊക്കെ കണ്ടോ? അവിടെ പുഴയുമായിട്ട് മുട്ടാൻ പോവാട്ടാ. പുഴയും കടലും തമ്മിൽ മുട്ടാൻ പോവാ. അതായത് ഈ കര ഇല്ലാതാവാൻ പോവാട്ടാ. ഈ ഒരു കര, ഇത് വാടാനപ്പള്ളി പഞ്ചായത്താണ്. ഈ വാടാനപ്പള്ളി പഞ്ചായത്തിലെ പൊക്കാഞ്ചേരി എന്ന് പറയുന്നത്, പൊക്കാഞ്ചേരി കടപ്പുറം എന്ന് പറയുന്ന ഈ ഒരു കര ഇല്ലാതാവാൻ പോവാണ്. ഇവിടെ ഒരു കര ഇല്ലാതാവാൻ പോവാ, ഒരു നാട് ഇല്ലാതാവാൻ പോവാ, ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാവാൻ പോവാ ഒരു നാട്. അതൊന്നും ആർക്കൊരു വിഷയമല്ലെന്നേ, അതൊന്നും ഒരു വിഷയമല്ല. ഇത്രയൊക്കെ സംഭവങ്ങൾ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു മാധ്യമങ്ങളിലോ ഒക്കെ
വല്ല വാർത്തകൾ വരുന്നുണ്ടോ? ചെറിയ കോളത്തിലൊരു വാർത്ത വരുന്നല്ലാതെ എന്തെങ്കിലും വരുന്നുണ്ടോ? ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ടോ? മീഡിയ ചർച്ചകൾ നടക്കുന്നുണ്ടോ? എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഒന്നും നടക്കുന്നില്ല. തീരദേശം എന്ന് പറഞ്ഞാൽ അവർക്ക് ആർക്കും വേണ്ടാതെ തള്ളിക്കളഞ്ഞൊരു പ്രദേശവും അവിടുത്തെ ജനങ്ങളുമാണ് തീരദേശവാസികൾ. പണ്ട് നമ്മൾ ഭയങ്കര അവഗണനയിൽ കഴിഞ്ഞിരുന്ന ഒരുപാട് ഗോത്രവർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴും ഗോത്രവർഗ്ഗങ്ങളൊക്കെ ഒരുപാട് അവഗണനയിലും ഒരുപാട് ബുദ്ധിമുട്ടിലൊക്കെ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ അവഗണിക്കപ്പെട്ട് കഴിയുന്ന ഒരു വിഭാഗമാണ് ഈ തീരദേശ ജനത എന്ന് പറയുന്നത്. അവർക്ക് വേണ്ടി കൃത്യമായിട്ടുള്ള പാക്കേജുകൾ ഉണ്ടാവണം. ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഈ ഭൂമിയെ സംരക്ഷിക്കാൻ. അതായത് ഇപ്പോൾ ഒന്ന് ആലോചിച്ചു, ഈ ഒരു കാലവർഷം തുടങ്ങിയതിന് ശേഷം കയറിയിട്ടുള്ള ഈ ഡിസ്റ്റൻസ് ആണ് ഈ കാണുന്നത്. നിങ്ങളൊന്ന് നോക്ക്, എത്ര മീറ്റർ വരുന്നത്? ഒരു 50 മീറ്റർ കയറിയിട്ടില്ലേ? ഒരു 50 മീറ്ററോളം കയറിയിട്ടില്ലേ? അങ്ങോട്ട് ഒരൊറ്റ കാലവർഷക്കാലത്ത് ഒരു 10 വർഷം കൊണ്ട് എത്ര കയറും? ഒരു 10 വർഷം കൊണ്ട് കടൽ എത്രത്തോളം കയറും? ഇവിടെ നിന്ന് കയറി പോയി ഇനി പുഴയുടെ അടുത്ത് മുട്ടും, പുഴ കടന്ന് പിന്നെ അങ്ങോട്ട് പോയി അവസാനം ഹൈവേയിൽ മുട്ടും. എന്താ പറയുക, ഞാനിങ്ങനെ കിടന്ന് തൊണ്ട കാറി ബഹളം വെച്ച് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലാന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഒരു ഡോക്യുമെൻറ്റേഷൻ മാത്രമാണ്. എൻ്റെ നാടിന് വേണ്ടിയിട്ട് ഒരു ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. കാരണം കുറേ കാലം കഴിയുമ്പോൾ ഈ യൂട്യൂബ് അല്ലെങ്കിൽ ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഈ വീഡിയോകൾ അവിടെ തന്നെ ഉണ്ടാവും. അന്ന് നിങ്ങൾക്കെടുത്ത് കാണാം, അന്നത്തെ കുട്ടികൾക്ക് അല്ലെങ്കിൽ അന്നത്തെ തലമുറയ്ക്ക് ഇതെടുത്ത് കാണാം, നമ്മുടെ നാട് ഇങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷൻ, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിന് ഞാൻ പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇതുകൊണ്ട് എന്തെങ്കിലും ഇവിടെ നടക്കാൻ പോകുന്നുണ്ടെന്നോ എന്തെങ്കിലും മാറ്റം വരാൻ പോകുന്നുണ്ടെന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കുറച്ച് പേരെങ്കിലും അറിഞ്ഞിരിക്കുക, അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കണ്ട, നമ്മൾ ഇങ്ങോട്ടധികം വരാറില്ല. കാരണം ഈ മേഖലയിൽ വീടുകളൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. ആ ഒരു വീട് നമ്മൾ മുമ്പ് കാണിച്ചിരുന്നു. അതായത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ മുന്നത്തെ വർഷമൊക്കെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. ആൾതാമസമില്ലാത്ത വീടാണ്, സമ്മതിച്ചു. കുറച്ച് വർഷങ്ങളായിട്ട് ആ വീടൊന്നും ആൾതാമസമില്ലാണ്ട് കിടക്കുകയാണ്. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു, അതൊന്നും ഇപ്പോൾ കാണാനില്ല. ആ വീട് ഇതെല്ലാം ആൾതാമസമില്ലാതെ കിടക്കുന്ന വീടാണ്, സമ്മതിച്ചു. പക്ഷേ ഇതൊക്കെ പോയിട്ട് അവിടെ വീടുണ്ട്, അത് ആൾതാമസമുള്ള വീടാണ്. അവിടേക്ക് ഇപ്പം എത്തും കടൽ അങ്ങോട്ട്. കണ്ടോ? അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഭയങ്കര ലെങ്ത് ആയിട്ടുണ്ടാവും. ഇനി ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് ഞാനൊരു അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. കാരണം ഇത്രയും ലെങ്തി വീഡിയോസ് എന്തായാലും നിങ്ങൾ കാണില്ല. ഞാൻ വെറുതെ ഇടുന്ന വീഡിയോ അവിടെ എടുക്കുകയുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ബാക്കി വീഡിയോ നമുക്ക് അടുത്ത പാർട്ടായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ശരി, നിർത്തട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം തോന്നുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യണം. മറുപടി ചിലപ്പോൾ കിട്ടാൻ വൈകും. കാരണം ഇവിടുത്തെ പ്രശ്നങ്ങളും എനിക്ക് എപ്പോഴും അതിൽ കയറി മറുപടി തരാൻ പറ്റാത്തതുകൊണ്ടാണ് പലപ്പോഴും ഈ കമൻറ്റുകൾക്ക് ഞാൻ മറുപടി പറയാൻ നിൽക്കാത്തത്. കാരണം ഒരുപാട് പിന്നെ കറണ്ടിൻ്റെയും നെറ്റിൻ്റെയും ഒക്കെ പ്രശ്നങ്ങളുണ്ട് ഇവിടെ, ഈ മഴയൊക്കെ ഞാൻ നിൽക്കുന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ എന്തായാലും പരമാവധി എല്ലാ കമൻറ്റുകൾക്കും മറുപടി പറയാൻ ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്തായാലും നിർത്തട്ടെ.